ഹലോ, നമുക്കിന്ന് ബയസിങ് സർക്യൂട്ട്സ് പഠിക്കാവേ. ബയസിങ് സർക്യൂട്ട് എന്ന് വെച്ചാൽ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വോൾട്ടേജും കറണ്ടും ഒക്കെ കൊടുക്കണം. അങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വോൾട്ടേജസ് അതിന് അവൈലബിൾ ആക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സ് ആണ് ബയസിങ് സർക്യൂട്ട്സ്. ഓക്കെ, so biasing circuits ensure that appropriate voltages and currents are available to the transistor so that it can do or it can perform faithful amplification. Okay, or in other words, actually the purpose of a biasing circuit is to fix the Q point. Q point എന്ന് വെച്ചാൽ എന്താണ്? ഔട്ട്പുട്ട് കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജും രണ്ടും കൂടെ ചേരുന്നതാണ് ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യാനായിട്ടാണ് നമ്മൾ ബേസിക്കലി ബയസിങ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ഒരു good biasing circuit. What is a good biasing circuit? First of all, it should be able to fix the Q point at the center of the DC load line. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് സെൻറ്റർ ഓഫ് ദ ലോഡ് ലൈൻ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ്. സെൻറ്റർ ഓഫ് ദ ലോഡ് ലൈൻ ആകുമ്പോഴാണ് നമ്മുടെ സർക്യൂട്ട് കറക്റ്റായിട്ട് ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഫിക്സ് ചെയ്യാനായിട്ടാണ് നമ്മൾ ബയസിങ് സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഈ ക്യൂ പോയിന്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ബയസിങ് സർക്യൂട്ട് ഇഫ് ഇറ്റ് ഇസ് ഗുഡ് ഇനഫ് ഇറ്റ് ക്യാൻ സ്റ്റെബിലൈസ് ദാറ്റ് ക്യൂ പോയിന്റ്. അങ്ങനെ ഒരു ഷിഫ്റ്റ് വരാതിരിക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ മിനിമൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ബയസിങ് സർക്യൂട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇൻ സ്പൈറ്റ് ഓഫ് ദ ടെമ്പറേച്ചർ വേരിയേഷൻസ് ദ ക്യൂ പോയിന്റ് വിൽ ബി റിലേറ്റീവ്ലി സ്റ്റേബിൾ. അതാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് നമ്മുടെ ഒരു ബയസിങ് സർക്യൂട്ട് ചെയ്യേണ്ടത്, ഇറ്റ് ഷുഡ് എൻഷുർ ദാറ്റ് ദ ക്യൂ പോയിന്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ്. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ Q point is fixed by the biasing circuit. After fixing the Q point, you don't want it to change. Throughout the transistor operation, throughout the circuit operation, you don't want the Q point to change. പക്ഷേ നമ്മളിപ്പം ആ ട്രാൻസിസ്റ്റർ മാറ്റി വേറൊരു ഐഡന്റിക്കൽ BC107 ആണ് നമ്മളൊരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ. അതിന് പകരം വേറൊരു BC107, അതായത് ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റർ എടുത്ത് വെച്ചു. പക്ഷേ ഇവർ തമ്മിൽ ഐഡന്റിക്കൽ ആണെന്ന് പറഞ്ഞാലും മാനുഫാക്ചറിങ് ഡിഫക്ട്സ് അല്ലെങ്കിൽ എറേഴ്സ് അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവും. അതുകൊണ്ട് ഇവർ തമ്മിൽ എക്സാക്ട്ലി സെയിം ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഗെയിൻ എന്ന് പറയുന്നതിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകാം, 100 എന്ന് പറയുന്നത് 200 ആകാം. അങ്ങനെ ഗെയിൻ എന്ന് പറയുന്നത് ഒരു ഷിഫ്റ്റ് വരാം. ഓക്കെ, അങ്ങനെ ഒരു ട്രാൻസിസ്റ്ററിന് പകരം വേറൊരു ട്രാൻസിസ്റ്റർ ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഓഫ് ദ സെയിം ടൈം മാറ്റുമ്പോഴത്തേക്ക് പാരാമീറ്റേഴ്സിൽ മാറ്റം വരും. പാരാമീറ്റേഴ്സിൽ മാറ്റം വന്നാൽ ക്യൂ പോയിന്റിനെ അത് എഫക്റ്റ് ചെയ്യും. അങ്ങനെ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മുടെ ബയസിങ് സർക്യൂട്ട് എൻഷുർ ചെയ്യണം. ഓക്കെ, so the biasing circuit should ensure that the Q point will not change even if the transistor parameters change. എപ്പോഴാണ് ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്നത്? നമ്മൾ ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്യുകയോ മറ്റോ ചെയ്യുമ്പോഴാണ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് എ ഗുഡ് ബയസിങ് സർക്യൂട്ട് ഇസ്. ബയസിംഗ് എന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വോൾട്ടേജ് കറണ്ട് അവൈലബിൾ ആക്കാനാണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അതിനുള്ള ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഉള്ള മിനിമം കണ്ടീഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയസ്ഡ്, അതുപോലെ കളക്ടർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി റിവേഴ്സ് ബയസ്ഡ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ആദ്യം അച്ചീവ് ചെയ്യാനുള്ളത്. ഇത് ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ എമിറ്റർ ബേസ് ജംഗ്ഷൻ, ഇതാണ് ട്രാൻസിസ്റ്റർ. ദിസ് ഇസ് ദ ട്രാൻസിസ്റ്റർ ദറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്. ഓക്കെ, Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ആണെന്ന് വിചാരിക്കുക. ഈ Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആവണമെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് സിലിക്കൺ ഒരു 0.6 0.7 വോൾട്ട് കൊടുത്താൽ അത് ഫോർവേഡ് ബയസ്ഡ് ആവും. അപ്പം നമുക്കൊരു 0.6 0.7 വോൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ജെർമേനിയം ആണെന്നുണ്ടെങ്കിൽ ഒരു 0.3 വോൾട്ട് അപ്ലൈ ചെയ്താൽ അവിടെ ഫോർവേഡ് ബയസ്ഡ് ആകും. അങ്ങനെ ഇവിടുത്തെ ഫോർവേഡ് ബയസ് അച്ചീവ് ആയി. ഇനി നമുക്ക് കളക്ടർ ബേസ്, ഇതാണ് കളക്ടർ ബേസ്, ഇതാണല്ലോ കളക്ടർ, ഇതാണല്ലോ ബേസ്. ഈ കളക്ടർ ബേസ് നമുക്ക് റിവേഴ്സ് ബയസ് ചെയ്യണം. കളക്ടർ ബേസ് റിവേഴ്സ് ബയസ് ചെയ്യണമെങ്കിൽ ഇവിടെ N ആണ്, കളക്ടർ N ആണ്, ബേസ് P ആണ്. അപ്പോൾ കളക്ടർ ഷുഡ് ബി മോർ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദ ബേസ്. അപ്പോൾ 0.6നെക്കാട്ടിലും വളരെ കൂടിയൊരു വോൾട്ടേജ് നമ്മൾ കളക്ടറിൽ കൊടുത്താൽ ഇറ്റ് വിൽ ബിക്കം റിവേഴ്സ് ബയസ്ഡ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ കളക്ടറിലേക്ക് ഒരു മച്ച് ഹയർ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഇസ് VCC ഈക്വൽ ടു +6 വോൾട്ട്. അങ്ങനെ ഈ കളക്ടർ ബേസ് ജംഗ്ഷൻ will become reverse biased because you are applying positive voltage to the collector, that is P, and that is N, and you are applying a relatively negative voltage to base which is of P type. Okay, obviously it will become reverse biased. അങ്ങനെ നമ്മുടെ condition for the amplifier, that is emitter base being forward biased
and collector base being reverse biased is satisfied. This is a very simple biasing circuit. വളരെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ തിയറി പറഞ്ഞതനുസരിച്ച് ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആവാനായിട്ട് നമ്മൾ വോൾട്ടേജസ് നേരെ പിടിച്ചങ്ങോട്ട് അപ്ലൈ ചെയ്തു. എമിറ്റർ ബേസ് ഫോർവേഡ് ബൈസ്ഡ് ആയി, കളക്ടർ ബേസ് റിവേഴ്സ് ബൈസ്ഡ് ആയി, അതിനാവശ്യമായ വോൾട്ടേജുകൾ അപ്ലൈ ചെയ്തു. ഹൈ വോൾട്ടേജ് ആണ് നമ്മൾ കളക്ടറിലേക്ക് കൊടുക്കുന്നത്. സോ യു ആർ ഗിവിങ് ഇറ്റ് ത്രൂ എ റെസിസ്റ്റർ, കറണ്ട് കൺട്രോളിംഗ് റെസിസ്റ്റർ RC കൂടെ നമ്മൾ കൊടുത്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വാട്ട് യു ഗോട്ട് ഇസ് എ വെരി ബേസിക് ലെവൽ ഓഫ് ബയസിങ് സർക്യൂട്ട്. ഓക്കെ, ദിസ് വിൽ ആക്ച്വലി വർക്ക്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ബേസിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഉണ്ടല്ലോ, VBB എന്ന് പറഞ്ഞ് കൊടുക്കുന്ന വോൾട്ടേജ് എത്ര വേണമെന്ന് നമ്മൾ പറഞ്ഞത് 0.6 വോൾട്ട്, അല്ലെങ്കിൽ സിലിക്കൺ ആണെങ്കിൽ 0.6, ജെർമേനിയം ആണെങ്കിൽ എത്രയാ, ഒരു 0.3 വോൾട്ട്. ഇത്രയും വോൾട്ടേജ് നമ്മളൊരു സപ്ലൈയിൽ നിന്ന് കൊടുക്കുക എന്ന് വെച്ചാൽ ദാറ്റ് സപ്ലൈ ഷുഡ് ബി വെരി വെരി സ്മോൾ. അങ്ങനെ ഒരു ബാറ്ററി കിട്ടാൻ ഭയങ്കര പാടാണ്. ഇറ്റ് ഇസ് റിയലി ടു സ്മോൾ ടു ഗെറ്റ് എ ബാറ്ററി ഓഫ് ദിസ് വാല്യൂ. സോ summarily speaking, it's not really a very practical circuit. Okay, but we understood how to do a biasing circuit at the very very basic level, isn't it? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബിൽഡ് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് ഒരു പ്രശ്നം പറഞ്ഞത് എന്താണ്, VBB അതായത് ബേസിലേക്ക് കൊടുക്കുന്ന സപ്ലൈ ഇത്രയും ചെറുതായിട്ട് നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ്സ് എ സ്മോൾ സപ്ലൈ ഇസ് വെരി ഡിഫിക്കൾട്ട് ടു ഗെറ്റ്. യു കനോട്ട് ഗെറ്റ് എ ബാറ്ററി ഓഫ് ദിസ് വാല്യൂ. അതുകൊണ്ട് നമുക്ക് ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ഒരു സർക്യൂട്ട് ഉണ്ടാക്കാം. Therefore, that brings us to the first biasing circuit that we will be studying. നേരത്തെ കണ്ടത് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നതല്ല. നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന ആദ്യത്തേതാണ് ഫിക്സ്ഡ് ബയസ് സർക്യൂട്ട്. ഓക്കെ, നേരത്തെ എന്തായിരുന്നു പ്രശ്നം, ബേസിൽ കൊടുക്കുന്ന വോൾട്ടേജ് വളരെ ചെറുതായിരുന്നു, അങ്ങനെ ഒരു സപ്ലൈ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ബേസിൽ കൊടുക്കുന്ന വോൾട്ടേജ് നമുക്കൊരു ഹയർ വോൾട്ടേജ് കൊടുക്കാം. VBB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 0.6 വോൾട്ട്. വെറുതെ 0.6 വോൾട്ട് അല്ല കൊടുക്കുന്നത്. പക്ഷെ അത്രയും വോൾട്ടേജ് നമുക്ക് ബേസിലേക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. യു നീഡ് ഓൺലി എമിറ്റർ ബേസ് ജംഗ്ഷൻ ഷുഡ് ജസ്റ്റ് ബി ഫോർവേഡ് ബൈസ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ 0.6 വോൾട്ട് കൂടുതലായിട്ടുള്ളൊരു മച്ച് ഹയർ ആയിട്ടുള്ളൊരു വോൾട്ടേജ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അത്രയും വോൾട്ടേജ് നേരിട്ട് നമുക്ക് ബേസിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ വാട്ട് വിൽ യു ഡു, യു വിൽ അപ്ലൈ ദിസ് VBB ത്രൂ എ കറണ്ട് കൺട്രോളിംഗ് റെസിസ്റ്റർ ദാറ്റ് ഇസ് RB. അങ്ങനെ VBB എന്ന് പറഞ്ഞൊരു സപ്ലൈ നമ്മളിപ്പോൾ ഇച്ചിരി ഹയർ വാല്യൂ എടുത്തു, എന്നിട്ട് അത് RB എന്ന റെസിസ്റ്ററിൽ കൂടെ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇവിടെ VBE കിട്ടുകയും ചെയ്യും, നമ്മുടെ ഈ സപ്ലൈയുടെ പ്രശ്നമൊട്ട് മാറിക്കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ദാറ്റ് പാർട്ട് ഇസ് ഡൺ. പിന്നെ ഇവിടെ എക്സ്ട്രാ 2 കപ്പാസിറ്റേഴ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏത് ബയസിങ് സർക്യൂട്ട് എടുത്താലും ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഓരോ കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യും. ദ റീസൺ ഇസ് ദാറ്റ് നമ്മൾ AC ഇൻപുട്ട് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. AC ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് DC കോമ്പണൻസ് എന്തെങ്കിലും കയറി വന്നാൽ either from the input signal or from the DC power supply, എവിടുന്നെങ്കിലും ഒരു DC കോമ്പണൻസ് കയറി വരുവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഗെറ്റ് റിഡ് ഓഫ് ദ DC കോമ്പണൻസ് ബൈ കണക്ടിങ് കപ്പാസിറ്റർ. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇതിൽ കൂടെ കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി എന്താണ്? വാട്ട് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കപ്പാസിറ്റർ? ഇറ്റ് ഡസ് നോട്ട് പാസ് DC, ഓർ ഇൻ അതർ വേർഡ്സ് ഇറ്റ് ബ്ലോക്സ് DC പാസ് ചെയ്യത്തില്ല. പക്ഷെ AC ആണെങ്കിലോ AC പാസ് ചെയ്യും. AC കോമ്പണൻസ് മാത്രമേ പാസ് ചെയ്യത്തുള്ളൂ. നമുക്ക് ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ജസ്റ്റ് പ്യുവർലി AC ആയിട്ടാണ് ഇവിടെ ബേസിൽ എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ദിസ് കപ്പാസിറ്റർ വിൽ പെർഫോം ദാറ്റ് റോൾ. ദറ്റ് ഇസ് വൺ തിങ്. ഇറ്റ് വിൽ ബ്ലോക്ക് DC ആൻഡ് പാസ് ഓൺലി ദ AC. ദറ്റ് ഇസ് വൺ purpose of the capacitor. ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും അതേ പർപ്പസ് തന്നെ. ദ സെക്കൻഡ് പർപ്പസ് ഇസ് ദാറ്റ് ദിസ് കപ്പാസിറ്റർ വിൽ ബി ഡിസൈൻഡ് ഫോർ എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി. അതായത് XC, അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, 1/2πfc എന്നാണ്. അതായത് ഫോർ എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ദിസ് കപ്പാസിറ്റർ വിൽ പാസ് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ബെസ്റ്റ്. So if you want a signal of particular frequency alone, again this capacitor will help us to do that. Okay, so much for understanding what the circuit is about. ഇപ്പോൾ നമ്മൾ ചെയ്തത്, we have familiarized ourselves with the fixed bias circuit. Okay, now let us understand this bias circuit a little better by analyzing the input section as well as the output section. Input section analyze ചെയ്യുക, output section analyze ചെയ്യുക. അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് കറണ്ടും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം BJT എന്ന് വെച്ചാൽ ഒരു കറണ്ട് ആംപ്ലിഫയർ ആണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ കൂടുതലും കറണ്ടിൻ്റെ ടേംസിലായിരിക്കും സംസാരിക്കുന്നത് BJTയുടെ കാര്യത്തിൽ. അങ്ങനെ കറണ്ടിൻ്റെ ടേംസിലായതുകൊണ്ട് നമ്മൾ ഇൻപുട്ടിൽ വരുന്നത് ബേസ് കറണ്ടും ഔട്ട്പുട്ടിലേത് കളക്ടർ കറണ്ടുമാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷൻസ് ആണ് നമ്മൾ പൊതുവെ
കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഇൻപുട്ട് സെക്ഷനിൽ ഐ ബിയും ഔട്ട്പുട്ട് സെക്ഷനിൽ ഐ സിയും. ഇതെല്ലാ ബയസ് സർക്യൂട്ടിനും ബാധകമാണ്. ഓക്കെ, ഫിക്സ്ഡ് ബയസ് മാത്രമല്ല. കുറച്ചുകൂടെ നമുക്ക് ഈ സർക്യൂട്ട് ഇച്ചിരി നമുക്ക് മനസ്സിലാക്കാൻ നോക്കുവാണെങ്കിൽ ആർ ബി എന്ന റെസിസ്റ്ററിന് ഹൈ വാല്യൂ വേണം അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന സപ്ലൈ വിൽ ബി മച്ച് മോർ ദൻ ദാറ്റ് ഇസ് റിക്വയർഡ് അറ്റ് ദ ബേസ്. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു 0.6 വോൾട്ട് ആ റേഞ്ചിലാണ് നമുക്ക് ബേസിലേക്ക് മതി. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സപ്ലൈ ഇറ്റ് വിൽ ബി മച്ച് ഗ്രേറ്റർ ദൻ ദാറ്റ്. അതുകൊണ്ട് കറണ്ട് ലിമിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആളാണ് ഈ ആർ ബി എന്ന റെസിസ്റ്റർ. അതുകൊണ്ട് തന്നെ ഈ ആർ ബി റെസിസ്റ്റർ ഷുഡ് ബി എ ഹൈ വാല്യൂ ആൻഡ് ആർ ബി റെസിസ്റ്റർ വിൽ ബി ഓഫ് ദ ഓർഡർ ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് കിലോ ഓം. ഓക്കെ, അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. ആർ സിയോ? ആർ സി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് അറൌണ്ട് kilo ohm order madi. RC is just a few kilo ohms. Okay. All other voltages and currents are marked in this figure and it's familiar to you guys. VCC is the supply to the collector and VBB is the supply to the base. C1 and C2 നേരത്തെ ഞാൻ പറഞ്ഞു കപ്പാസിറ്റേഴ്സ് ആണ്. നമുക്ക് ആവശ്യമായ ഫ്രീക്വൻസി. It will pass only the required frequency and block the DC from the supply also. Okay. ഇപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് നന്നായിട്ടൊന്ന് ഫെമിലിയർ ആയി, ഒരു ഫ്രണ്ട്ലി സർക്യൂട്ടായി നമുക്ക് അല്ലേ? ഇനി നമുക്കിതിനെ അനലൈസ് ചെയ്യാം. As promised. Very easy. Analysis എന്നുള്ള വാക്ക് കേട്ടിട്ടൊന്നും വിചാരിക്കണ്ട. It's very easy. All you have to do is take the input section. ഇതാണ് ഇൻപുട്ട് സെക്ഷൻ. ഓക്കെ, ഇതിൻ്റെ KVL അങ്ങോട്ട് എഴുതുക. റൈറ്റ് ദ KVL ഓഫ് ദിസ് ഇൻപുട്ട് സെക്ഷൻ. വാട്ട് ഡു യു ഡു? VBB മൈനസ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് RB മൈനസ് VBE is equal to 0. Or in other words, VBB is equal to IBRB plus VBE. അതായത് ഐ ബി അല്ലേ നമുക്ക് വേണ്ടേ? ഇൻപുട്ട് സെക്ഷനിൽ ഐ ബി അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഐ ബി ഇസ് ഈക്വൽ ടു വി ബി ബി മൈനസ് വി ബി ഇ ബൈ ആർ ബി. ഈ വി ബി എന്ന് പറയുന്നത് മച്ച് ലെസ് ദൻ വി ബി ഇ, മച്ച് ലെസ് ദൻ വി ബി ബി ആയിരിക്കും യൂഷ്വലി സപ്ലൈയെക്കാട്ടിലും. ഇത് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞൊരു പോയിന്റാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതുകൊണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. വി ബി ഇ ഇസ് ലെസ് ദൻ, മച്ച് ലെസ് ദൻ വി ബി ബി ആയതുകൊണ്ട് യു കൻ അപ്രോക്സിമേറ്റ് ഇറ്റ് ആസ് വി ബി ബി ബൈ ആർ ബി. ഐ ബി ഫിക്സ്ഡ് വാല്യൂ ആയതുകൊണ്ട് ഈ ആർ ബി നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? ഐ ബിയും ഫിക്സ്ഡ് ആകും. വി ബി ബി സപ്ലൈ ആണ്, ആർ ബി എന്ന് പറയുന്നത് ഫിക്സ്ഡ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി ഐ ബി ഇസ് ഫിക്സ്ഡ്. അതുകൊണ്ടാണ് ഇതിനെ ഫിക്സ്ഡ് ബയസ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് വൈ വി കോൾ ദിസ് എ ഫിക്സ്ഡ് ബയസ് സർക്യൂട്ട്. റൈറ്റ്. ഇനി രണ്ട് സപ്ലൈ ഉപയോഗിക്കുന്നത് അത്ര രസമുള്ള പരിപാടിയല്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് റിയലി വെരി കൺവീനിയൻറ്റ് ടു ഹാവ് ടു പവർ സപ്ലൈസ് ഫോർ ദ സെയിം സർക്യൂട്ട്. സോ വാട്ട് ഡു യു ഡു? ഇൻസ്റ്റെഡ് ഓഫ് വി ബി ബി ലെറ്റ്സ് യൂസ് ദ സെയിം വോൾട്ടേജ്, ദാറ്റ് ഇസ് വി സി സി. സെയിം വോൾട്ടേജ് അല്ല, സെയിം സപ്ലൈ. ഓക്കെ, വോൾട്ടേജും സപ്ലൈ സെയിം. സോ വി സി സി തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അതിനനുസരിച്ച് ഈ ആർ ബിയുടെ റെസിസ്റ്റർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇറ്റ്സ് ക്വൈറ്റ് ഓക്കെ. വൺസ് അഗൈൻ നമ്മൾ ആ സെയിം ഇക്വേഷൻ ഇൻപുട്ട് സെക്ഷനിൽ എഴുതുവാണെങ്കിൽ എന്ത് വരും? വി സി സി ഇസ് ഈക്വൽ ടു വി ബി ബിക്ക് വരെ എന്ത് എഴുതി? വി സി സി ഇസ് ഈക്വൽ ടു ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ. അതായത് ഐ ബി ഇസ് ഈക്വൽ ടു വി സി സി മൈനസ് വി ബി ഇ ബൈ ആർ ബി. ഈ ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് ഈ സർക്യൂട്ട് വരച്ചിട്ട് നേരിട്ട് അങ്ങ് ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാണാതെ പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ്. ഔട്ട്പുട്ട് സെക്ഷൻ എടുക്കുവാണെങ്കിലോ, ഔട്ട്പുട്ട് സെക്ഷനിൽ വി സി സി മൈനസ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓറഞ്ച് ലൈനിൽ മാർക്ക് ചെയ്തേക്കുന്നത് വി സി സി മൈനസ് അല്ലെങ്കിൽ വി സി സി ഇസ് ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി. 2 വോൾട്ടേജസേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ഐ സി എന്ന് പറയുന്നത് എന്ത് കിട്ടും? വി സി സി മൈനസ് വി സി ബൈ ആർ സി. ദാറ്റ്സ് ഓൾ. അങ്ങനെ ഇൻപുട്ട് സെക്ഷനും ഔട്ട്പുട്ട് സെക്ഷനും നമ്മൾ അനലൈസ് ചെയ്തു, ഐ ബിയും ഐ സിയും കണ്ടുപിടിച്ചു. ഇപ്പം ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒരു സമ്മറി പോലെയാണെന്ന്. ഐ ബിയുടെ ഇക്വേഷൻ, ഐ സിയുടെ ഇക്വേഷൻ, അസംഷൻ എടുത്തു കഴിഞ്ഞാൽ വി ബി ഇ ഒത്തിരി ചെറുതാണെന്നുള്ള അസംഷൻ എടുത്താൽ പുതിയൊരു ഇക്വേഷൻ കിട്ടും. ഈ വി ബി ഇ നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ ഐ സിയുടെ ഇക്വേഷനകത്തും വി സി ഇ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വോൾട്ടേജാണ്. 0.3 വോൾട്ട് ഒക്കെ ഉണ്ടാവുള്ളൂ. അത്രയും ചെറിയ വോൾട്ടേജാണ്. സപ്ലൈ എന്ന് പറയുന്നത് 6 വോൾട്ട് 9 വോൾട്ട് ഒക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ വി സി ഇ വേണമെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം. അങ്ങനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ സിക്ക് ഒരു പുതിയ ഇക്വേഷൻ കിട്ടും, വി സി സി ബൈ ആർ സി. അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ പ്രോബ്ലംസ് വരുമ്പോഴത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ കൂടെ ഓർത്തിരിക്കുക. ബീറ്റ ഈസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ബി. ബീറ്റ എന്ന് വെച്ചാൽ എന്താണ്? കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. അതുകൊണ്ട് ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ ഐ ബി. വി യൂസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ അ ലോട്ട്. ഓക്കെ, so keep these equations in mind, especially when you do problems. I think that's it for fixed bias circuit. In the next we will be seeing the other 2 biasing circuits. Okay, self biasum pinna nammal കാണാൻ പോകുന്ന voltage divider biasum. Okay, that's all for fixed bias. Thank you.